UDF വളരെ സജ്ജമാണ്. കാരണം അവിടെ ഒരു രാജ്യം ഉണ്ടായപ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ ഏത് നിമിഷം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. UDF വളരെ അതിനെ നേരിടാൻ തന്നെ കാലേക്കൂട്ടി തന്നെയുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സജ്ജമാണ്, കോൺഗ്രസും സജ്ജമാണ്, മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. വയനാട്ടിലെ ജനങ്ങളോട് മനുഷ്യത്വപരമായ രീതിയിൽ പ്രതികരിക്കാനാണ് ഗവൺമെൻറ്റുകൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ചു. പക്ഷേ അതിനാസ്പദമായ ഒരു സഹായവും വയനാട്ടിലെ ജനങ്ങൾക്ക് അവർ കൊടുക്കുകയുണ്ടായില്ല. തികച്ചും മനുഷ്യത്വഹീനമായിട്ടുള്ളൊരു നടപടിയാണത്. വയനാട്ടിലെ ജനങ്ങൾ അവർ ചെയ്ത തെറ്റുകൊണ്ടല്ലല്ലോ. പ്രകൃതി ദുരന്തം ആർക്കും എപ്പോഴും വരാം. പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് ഭരണകൂടങ്ങളുടെ കടമയാണ്. പക്ഷെ അത് അവർ നിർവഹിച്ചില്ല എന്നൊരു വലിയ പ്രതിഷേധമുണ്ട്. അവിടെ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളവിടെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഞങ്ങൾക്കൊരു സംതൃപ്തിയുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, സജ്ജമായിട്ടുണ്ടോ UDF അവിടെ നടത്തുന്നത്? UDF വളരെ സജ്ജമാണ്. കാരണം അവിടെ ഒരു രാജ്യം ഉണ്ടായപ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ ഏത് നിമിഷം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. UDF വളരെ അതിനെ നേരിടാൻ തന്നെ കാലേക്കൂട്ടി തന്നെയുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സജ്ജമാണ്, കോൺഗ്രസും സജ്ജമാണ്, മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്.